വിശാല സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി നേതൃയോഗം വിളിച്ചിരിക്കുകയാണ് CPIM. വിശാല സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് യോഗം. സെപ്റ്റംബർ 2-3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. വി അരുൺ തന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ വിശാല യോഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങേയറ്റം ഗൗരവമാകുന്ന വിഷയമാണ്. പാർട്ടിയുടെ അടിത്തറയ്ക്കുണ്ടായ കോട്ടം, മതസാമുദായിക സംഘടനകളിൽ നിന്ന് ഉണ്ടായ അകൽച്ച, ഇതെല്ലാം ഉൾപ്പെടെ പാർട്ടി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം യോഗങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അരുൺ? അടിമുടി പൊളിച്ചെഴുത്ത്, അതിനുവേണ്ടിയാണ് CPM-ന്റെ വിശാല സംസ്ഥാന സമിതി യോഗം ചേർന്നതാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത്. കാരണം വലിയ തിരഞ്ഞെടുപ്പിലുണ്ടായി, അതിൽ സംഘടനാപരമായ വീഴ്ചയുണ്ട്, ഭരണപരമായ വീഴ്ചയുണ്ട്, നേതാക്കളുടെ വ്യക്തിപരമായ ഇടപെടലുകളിലെ ശൈലിയുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അത് ഏതെങ്കിലും ഉന്നത നേതാവിന് മാത്രമല്ല, താഴെ തട്ട് ബ്രാഞ്ച് മുതൽ പൊളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കളുടെ പെരുമാറ്റങ്ങളിൽ, ഇടപെടലിൽ, ജീവിതശൈലിയിൽ, സംഘടനാ രംഗത്തെ വിഷയങ്ങളിൽ, ഓരോ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നതിലൊക്കെ വലിയ പാളിച്ചകളുണ്ട്. അത് തിരുത്തുകയാണ് CPM ലക്ഷ്യം. അതിനുവേണ്ടിയാണ് വിശാല സംസ്ഥാന സമിതി അടുത്ത മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ചേരുന്നത്. സ്വാഭാവികമായും ഒരു പാർട്ടി പ്ലീനമാണ് അവർ തെറ്റിദ്ധത്തിന് ഉദ്ദേശിച്ചത്. പക്ഷേ പ്ലീനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പകരം സംസ്ഥാന എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ വയ്ക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഈ സംസ്ഥാന സെക്രട്ടറി. 4 ദിവസങ്ങളായി ചെയ്ത സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന സമിതിയുടെയും ഒക്കെ പ്രധാന അജണ്ട ഇവിടെ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കൽ. അതിനുവേണ്ടിയാണ് യോഗം ചേരുന്നത്. അടിമുടി അഴിച്ചുപണി എന്ന് പറയുമ്പോൾ സംഘടനാ തലത്തിലും അത് വേണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊളിച്ചു പണിയണം, സംസ്ഥാന കമ്മിറ്റിയിൽ മാറ്റങ്ങൾ വേണം, സംസ്ഥാന സെക്രട്ടറി മാറണമെന്ന ആവശ്യങ്ങളൊക്കെ പല കോണുകളിൽ ഉയർന്നു വന്നു. പക്ഷേ അതിലേക്ക് CPM കടക്കില്ല. എങ്കിലും ചില മാറ്റങ്ങളെങ്കിലും ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതിയ ആളുകൾ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. 1-2 ആളുകൾ ഒഴിവാക്കിയാലും അത്ഭുതപ്പെടാനില്ല. സംസ്ഥാന സെൻറ്റർ കേന്ദ്രീകരിച്ച്, AK സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ നേരത്തെ മന്ത്രിമാരായപ്പോൾ ഉൾപ്പെടുത്തിയ ചില ആളുകളുണ്ട്. അവരെയൊക്കെ ഒരുപക്ഷെ കമ്മിറ്റിയിൽ ഒഴിവാക്കിയേക്കാം. പ്രായം കവിഞ്ഞ ആളുകൾ, ഇനിയും ചില ആളുകൾ കൂടി കമ്മിറ്റിയുണ്ട്, അവരെ ഒഴിവാക്കിയേക്കാം. പുതുമുഖങ്ങളെ കൊണ്ടുവന്നേക്കാം. അത്ര ചില മാറ്റങ്ങൾ കൂടി ഉണ്ടാകാം. അത് എങ്ങനെ വേണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഈ 4 ദിവസമായി അടുത്ത ആഴ്ച ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലാണ്. ഈ എക്സ്റ്റൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു മൂഡ് ക്രിയേറ്റ് വിടുന്നു തന്നെയാകാം. ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ഒരുപക്ഷെ സൂചനകൾ ഈ 4 ദിവസത്തെ യോഗങ്ങളിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം അവിടെ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണ്ണ അഴിച്ചുപണി ഇല്ലെങ്കിൽ പോലും ചെറിയ മാറ്റങ്ങളെങ്കിലും CPM-ന്റെ സംഘടനാ തലത്തിൽ ഉണ്ടാകും. അതെന്തൊക്കെ വേണമെന്ന കാര്യത്തിൽ നിർണായക ചർച്ചകളാണ് ഈ 4 ദിവസമായി ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു വിശാല സമ്മേളനത്തിന് CPIM തയ്യാറെടുക്കുന്നത്. അവിടെ പാർട്ടിയെ അടിമുടി പൊളിച്ചെഴുതുക എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള പാർട്ടി നേതാക്കളുടെ സമീപനങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ അടിത്തറയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, മതസാമുദായിക വിഭാഗങ്ങൾ എങ്ങനെയാണ് പാർട്ടിയെ നോക്കിക്കാണുന്നത്, പുതിയ തലമുറ ഈ പാർട്ടിയെ എങ്ങനെ വിലയിരുത്തുന്നു, ഇത്തരം വിശാലമായ ചർച്ചകളും മാറ്റങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കുക എന്നതാണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.